മോർണിംഗ് ഓൾ. നമ്മളിന്ന് അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. നമ്മൾ 3 ടൈപ്പ് ഓഫ് റേഷ്യോസ് നോക്കി: ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇന്ന് നമ്മൾ നോക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻസും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യാനാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആണെന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസിനെ മെഷർ ചെയ്യാൻ എഫിഷ്യൻസി ആണെന്ന് നമ്മൾക്ക് പറയാം. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ നെറ്റ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ട് നമ്മൾ അത് ടാക്സ് കൊടുക്കുമല്ലോ, ഇൻകം ടാക്സ്. അപ്പോൾ ആ ഇൻകം ടാക്സും കൂടി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈഡ് ബൈ 100. അത് നമ്മൾ പേഴ്സൻറ്റേജിൽ ആണ് ഈ റേഷ്യോ പറയുന്നത്, അതുകൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് മൾട്ടിപ്ലൈഡ് ബൈ 100. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു പ്രോബ്ലം നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് എ കമ്പനി വാസ് 25%. ഇറ്റ്സ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് വാസ് ₹20 lakh ആൻഡ് ഇറ്റ്സ് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ വാസ് 10% ഓഫ് ദ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. If the indirect expenses of the company were ₹50,000, calculate its net profit ratio. ഇവിടെ നമ്മളെടുത്ത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ തന്നേക്കുന്നത് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതായത് ക്രെഡിറ്റ് സെയിൽസും പിന്നെ ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അത് നമ്മൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഫിഗർ തന്നിട്ടില്ല, ഇത്ര പെർസെൻറ്റേജ് ആണ് ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, പിന്നെ ടോട്ടൽ സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഫോർമുല എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അല്ലേ, ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ 25% ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് കിട്ടാത്ത ഫിഗർ, അതായത് പ്രോബ്ലത്തിൽ തരാത്ത ഫിഗർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഏതെങ്കിലും 2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 3ാമത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇവിടെ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 20 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% ഓഫ് ടോട്ടൽ റവന്യൂ. ഇവിടെ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് റവന്യൂ പ്ലസ് ക്യാഷ് റവന്യൂ, അതാണ് ടോട്ടൽ റവന്യൂ, ക്രെഡിറ്റ് പ്ലസ് ക്യാഷ്. അപ്പോൾ ക്യാഷ് റവന്യൂ 10% ടോട്ടലിൻ്റെ എങ്കിൽ ക്രെഡിറ്റ് എത്രയായിരിക്കും? ബാലൻസ് 90% ആയിരിക്കും. അപ്പോൾ ഈ ക്രെഡിറ്റ് 20 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ആണ്. നമ്മൾക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 100 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? 20 lakh ഡിവൈഡഡ് ബൈ 90. 20 lakh എന്ന് പറഞ്ഞാൽ 90% ആണ് അല്ലേ. അപ്പോൾ 20 lakh ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 22,22,222. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 10% ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് 20 lakhൻ്റെ കൂടെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടും? 22 lakh കിട്ടും. ഇവിടെ ഈ പ്രോബ്ലത്തിൽ സൊല്യൂഷനായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്, അതായത് ടോട്ടൽ ക്രെഡിറ്റ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 lakh ആണ്. 20 lakh എന്ന് പറഞ്ഞാൽ 90% ആണ്. ബാക്കി 10% ക്യാഷ് റവന്യൂ. അപ്പോൾ ഇവിടെ ആദ്യം ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് 20 lakh എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ 20 lakh ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടും അല്ലേ. അതായത് 2,22,222. അപ്പോൾ ഈ 20 lakh ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ പ്ലസ് ഈ 2,22,222 എന്ന് പറയുമ്പോൾ ടോട്ടൽ റവന്യൂ കിട്ടും. അതായത് 22,22,222. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു, ഇവിടെ 2 സ്റ്റെപ്പിലായിട്ട് ഇതിവിടെ സൊല്യൂഷൻ കണ്ടേക്കുന്നത്. ഇനി നമ്മൾക്കപ്പോൾ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടി അല്ലേ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 22,22,222 കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 25% ആണെന്നാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അതായത് 25% ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 22,22,222. അപ്പം നമ്മൾക്ക് ഡിനോമിനേറ്ററും അറിയാം, ആ 25% ആണ് റേഷ്യോ എന്ന് പറയാം. നമ്മൾക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള നെറ്റ് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ 22,22,222 25% ആണ് എന്ത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ല. അപ്പോൾ 22,22,222 25% എന്തായിരിക്കും 5,55,555 അല്ലേ. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, 50,000. നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റും കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ 25% ആണ്. അത് 5,55,555 കിട്ടി. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട് 50,000. 5,55,555 മൈനസ് 50,000, അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,05,555 ആണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണണമെങ്കിലോ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇൻറ്റു 100. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്, അതായത് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ 5,05,555 ഡിവൈഡഡ് ബൈ 22,22,222 ഇൻറ്റു 100, അതായത് 22.75 ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിലൊക്കെ തരുമ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ ഡയറക്റ്റായിട്ട് ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റോ ഒന്നും തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഓരോന്ന് വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് തന്നേക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്യാഷ് റവന്യൂ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും നമുക്ക് ബേസിക്കലി എക്സാമിനൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങളെല്ലാ റേഷ്യോസും അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്ത പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI അല്ലെങ്കിൽ ROC എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ ബാങ്കുകാരൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ്, എത്രയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ, അതായത് ഈ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എത്ര % റിട്ടേൺ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കും അറിയാൻ വേണ്ടി. ഓക്കെ. അത് എങ്ങനെയാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ബിസിനസ് എഫിഷ്യൻ്റായിട്ടാണോ കൃത്യമായിട്ടാണോ ഒക്കെ അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, ഈ ഒരു റേഷ്യോ, അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിരുന്നു. ഇവിടെ ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇൻട്രസ്റ്റും ടാക്സും ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇതും പെർസെൻറ്റേജിലായതുകൊണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് വേറൊരു പേരും കൂടി പറയും, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മൾ PBIT അല്ലെങ്കിൽ എബിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ. PBIT, EBIT, എബിറ്റ് എന്നൊക്കെ നമ്മളിതിനെ പറയും. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹയർ പെർസെൻറ്റേജ് ആണെങ്കിൽ അത് എഫിഷ്യൻസീനെ കാണിക്കുന്നതാണ്. ഓക്കെ. ഇതിന് രണ്ട് പേരാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി വേറൊരു റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇത് ജനറലി നോക്കുന്നത് ഷെയർ ഹോൾഡേഴ്സൊക്കെയാണ്. അതായത് ഒരു പുതിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഷെയർ ഹോൾഡേഴ്സ്, അതായത് പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും, ആ കമ്പനി ഞാനിപ്പോൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. അതിനൊക്കെ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയിലെ ഫണ്ട് എന്തൊക്കെയായിരിക്കും, അത് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ആ ഫണ്ട് എത്ര ഏൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് അല്ലെങ്കിൽ RONW. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമ്മൾ മുന്നത്തെ ഇതിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മളെന്താ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വരുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച പ്രോഫിറ്റ് തന്നെ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഇവിടെ, അതായത് ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൽ ക്ലെയിം ഉണ്ട്, അവർക്ക് കിട്ടാനുള്ളതാണ്. അല്ല, ഓണേഴ്സിനാണ് പ്രോഫിറ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റുക.
പക്ഷേ ആ ഒരു പ്രോഫിറ്റ് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണുമ്പോൾ പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻറ്റു 100. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. ഇതും എന്തിലാണ്, പേഴ്സൻറ്റേജിലാണ്. ഓക്കെ, ഇനി അടുത്തത് ഏണിങ്സ് പെർ ഷെയർ. ഒരു ഷെയർ എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഏണിങ്സ് പെർ ഷെയർ. ഇതും കമ്പനിയുടെ എഫിഷ്യൻസിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സ് വേറൊരു കമ്പനിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഷെയർ എത്ര ഏൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ മുൻകൂട്ടിയെ കാണാൻ പറ്റും അല്ലെ, ഒരു ട്രെൻഡ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നോർമലി പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മണി ലെൻഡേഴ്സും ഒക്കെയാണിത് നോക്കുന്നത്. നല്ല എഫിഷ്യൻ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൃത്യമായിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ഫോർമുല, ഏണിങ്സ് പെർ ഷെയറിൻ്റെ ഫോർമുല പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ലെസ് ചെയ്തിട്ടുള്ള ഫിഗർ, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ലെസ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. അപ്പോൾ ഏണിങ്സ് പെർ ഷെയറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഏണിങ്സ് പെർ ഷെയറിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് EPS. ഓക്കെ, ഇനി ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രയാണ് വാല്യൂ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റലാണ് അല്ലേ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ലെസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതായത് ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ലെസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് വരും. ഇത് ന്യൂമറേറ്ററിലും ഇക്വിറ്റി ഷെയർസ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഡിനോമിനേറ്ററിലും ഉപയോഗിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര രൂപ കമ്പനി ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ അതിൽ നിന്ന് ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുക. സപ്പോസ് ഒരു കമ്പനി 2 രൂപ ഏൺ ചെയ്തു, 1 രൂപ ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപയിൽ നിന്ന് 1 രൂപ ഡിവിഡൻ്റായിട്ട് കൊടുത്തു. അപ്പോൾ 1/2, അതായത് 50% ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതായത് എത്ര % ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് എത്ര % ആണ് ഡിവിഡൻ്റായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതെന്നാണ് ഈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ EPS നമ്മൾ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതായത് ടോട്ടൽ ഏണിങ്സ് എത്രയാണ്, അതിൽ നിന്ന് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് എത്ര ശതമാനം കൊടുത്തു എന്നാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസീനെയും അതിൻ്റെ ഓണേഴ്സ് ഗ്രോത്തിനെയൊക്കെയാണ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഏർണിംഗ് റേഷ്യോ. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് PE റേഷ്യോ. ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. P/E. PE റേഷ്യോ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ്, അതായത് ഷെയറിൻ്റെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, ഡിവൈഡഡ് ബൈ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ P/E. PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഇത് മാർക്കറ്റ് പ്രൈസും ഏർണിങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളടുത്ത് താഴെ പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പേര് പറയുക, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROCE അല്ലെങ്കിൽ ROI. അപ്പോൾ താഴെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്, ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ജനറൽ റിസർവ്, 10% ഡിവെഞ്ചേഴ്സ്, കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, കുറേ ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ അടുത്ത്
Also calculate return on shareholders funds, earnings per share, book value per share and PE ratio. If the market price, PE ratio എങ്ങനെയാണെങ്കിൽ if the market price of the share is rupees 34 and the net profit after tax was rupees 1,50,000 and the tax had amounted to rupees 50,000. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമുല എന്താ? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ PBIT അല്ലെങ്കിൽ EBIT, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഡിനോമിനേറ്ററിൽ. ക്യാപിറ്റൽ എംപ്ലോയിഡ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ലെസ് കറൻറ്റ് ലയബിലിറ്റി, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ രണ്ട് വിധത്തിൽ കാണാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തോളും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയുണ്ട്? 4 lakh ഇക്വിറ്റി ഉണ്ട്, 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അപ്പോൾ 5 lakh, പിന്നെ ഒരു 1,84,000 എന്താ ജനറൽ റിസർവ് ഉണ്ട്, കൂടാതെ 10% ഡിബെഞ്ചർ എത്രയുണ്ട്? 4 lakh. അപ്പോൾ ഇത്ര ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,84,000. അതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ നമ്മൾക്ക് ഡിനോമിനേറ്റർ കിട്ടി. നമ്മൾക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വേണം അല്ലേ? ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് തന്നേക്കുന്നത് ആഫ്റ്റർ ടാക്സ് ആണ്. നമ്മൾക്ക് പക്ഷേ വേണ്ട ബിഫോർ ടാക്സ് ആൻഡ് ബിഫോർ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഈ പ്രോഫിറ്റിൽ നിന്ന് ടാക്സും ഇൻട്രസ്റ്റും ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ. ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റും ഡിഡക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഇൻട്രസ്റ്റ് എന്തിനാ വരിക? ഇവിടെ ഡിബഞ്ചറിനാണ് എനിക്ക് ഇൻട്രസ്റ്റ് വരിക അല്ലേ? വേറെ ലോണിൻ്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരേ ഒരു സാധനമുള്ളൂ, ഡിബഞ്ചർ. അപ്പോൾ 10% ആണ് ഇൻട്രസ്റ്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 10% ഡിബഞ്ചേഴ്സ്. അപ്പോൾ 4 lakhൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾക്ക് കിട്ടി 40,000. പിന്നെ ടാക്സ് എത്രയാണ്? ടാക്സ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 50,000. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ കൂടെ ടാക്സും ഇൻട്രസ്റ്റ് പോർഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് 1,50,000 പ്ലസ് 50,000 പ്ലസ് 4 lakhൻ്റെ 10% 40,000. അതായത് 2,40,000 ആണ് എന്ത്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 10,84,000 ഇൻറ്റു 100. അപ്പോൾ 22.14% ആണ് എന്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പം നമ്മൾക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ കാൽക്കുലേഷനൊന്നും വേണ്ട അല്ലേ? 1,50,000. നമ്മൾക്ക് ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, കൂടാതെ റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും അല്ലേ? അപ്പോൾ 4 lakh പ്ലസ് 1 lakh പ്ലസ് 1,84,000. അപ്പോൾ 6,84,000 അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 6,84,000. അപ്പോൾ നമ്മൾക്ക് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. ഫോർമുല അപ്ലൈ ചെയ്യുക എന്താ? 1,50,000 ഡിവൈഡഡ് ബൈ 6,84,000 ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100. എത്രയാണ്? 21.93%. അതാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഏർണിങ്സ് പെർ ഷെയർ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഏർണിങ്സ് പെർ ഷെയർ എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? ബേസിക്കലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് ഒരു കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്തതിന് എന്ത് കിട്ടും? ഒരു ഷെയറിൽ നിന്ന് എത്ര രൂപ ഏൺ ചെയ്യുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾക്ക് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,50,000 തന്നിട്ടുണ്ട്. ഓക്കെ, അത് ടാക്സും ഇൻട്രസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ്. പക്ഷേ അത് മുഴുവൻ അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അവിടെ അല്ലേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡ് അവിടെ നിന്നാണ് കൊടുക്കുക? എപ്പോഴും പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുക അല്ലേ? അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കണം. എത്രയാണ്? 12% ആണ് പറഞ്ഞേക്കുന്നത്
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിവിഡൻഡ്. അപ്പോൾ 1 ലാഖിൻ്റെ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000. അപ്പോൾ ഈ 1,50,000 നിന്ന് 12,000 കൂടി ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് ആർക്ക് അവൈലബിൾ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് 1,50,000 മൈനസ് 12,000 എത്രയാണ്? 1,38,000. ഇതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ന്യൂമറേറ്റർ കിട്ടി. ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് അല്ലേ. ഇവിടെ എത്രയുണ്ട്? 4 lakh വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 rupees എന്ന് പറഞ്ഞു. അപ്പോൾ 4 lakh ഡിവൈഡഡ് ബൈ 10 40,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 1,38,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 40,000. അപ്പോൾ എത്രയാണ്? ₹3.45. അതായത് ഒരു ഷെയർ ഏൺ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.45 rupees-ആണ്. ഇതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ബുക്ക് വാല്യൂ പെർ ഷെയർ. ഓക്കെ, ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഫോമുല എന്താ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും അല്ലേ. ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 lakh, പിന്നെ ജനറൽ റിസർവ് ഉണ്ട്. അപ്പോൾ 1,84,000. ഓക്കെ, അപ്പോൾ 5,84,000 ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ പെർ ഷെയർ. അത് എത്ര ഷെയർ ഉണ്ട്? 40,000 ഷെയർസ് ഉണ്ട് അല്ലേ. അപ്പോൾ 5,84,000 ഡിവൈഡഡ് ബൈ 40,000 ഷെയർസ് എത്രയാണ്? ₹14.6. അതായത് 10 രൂപയുടെ ഷെയറിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.6 rupees-ആണ്. 10 രൂപയുള്ളൂ ഷെയറിൻ്റെ ഫേസ് വാല്യൂ, പക്ഷേ ഇപ്പോഴത്തെ വില, ഇപ്പോഴത്തെ ഏർണിങ്സ് ഒക്കെ അനുസരിച്ച് അതിൻ്റെ വില 14.60 ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട അവസാനത്തെ റേഷ്യോ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ പി റേഷ്യോ. പി റേഷ്യോൻ്റെ ഫോമുല അതിൽ തന്നെ തന്നിട്ടുണ്ടല്ലേ, പി ഡിവൈഡഡ് ബൈ ഇ, അതായത് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എത്രയാണ് തന്നേക്കുന്നത്? ഇവിടെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 34 rupees. ഒരു ഷെയറിൻ്റെ വില 34 ആണെന്ന് വന്നിട്ടുണ്ട് അല്ലേ. കൂടാതെ ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എത്രയാണ്? 3.45 അല്ലേ. അപ്പോൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ പി റേഷ്യോ 34 ഡിവൈഡഡ് ബൈ 3.45, അതായത് 9.86 ടൈംസ്. ഇത് ടൈംസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ 9.86 ടൈംസ്. ഇതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റേഷ്യോസ്. നോക്കുക, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.